ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ക്യാനോൻ്റെ R5 Mark II R1 ലോഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞു കാണും. ഈവൻ ഒരു കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോയുടെ കമൻറ്റ് ഇട്ടായിരുന്നു, ലൈക്ക് കവർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു Mark I R5 ഒറിജിനൽ സാംസങ്ങിൻ്റെ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റല്ല, R5 ഒരു ഓണർ എന്ന നിലയിൽ R5 Mark II ഞാൻ എത്രത്തോളം നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ അത് എത്രത്തോളം വർത്തി ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ് ആണോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ തന്നെ ബേസിക് ആയ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും, പുതിയതായിട്ടൊന്ന് ഇന്നോവേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും. R1 നമ്മളൊന്ന് കാണും. R1 നമ്മൾ ഒത്തിരി നോക്കിക്കാണാനൊന്നും എനിക്ക് പറ്റില്ല, കാരണം അത്രയും വലിയൊരു ക്യാമറ നമ്മൾ ഓൺ ചെയ്തിട്ടില്ല, യൂസ് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ വി വിൽ കവർ ഇറ്റ്. ഓക്കെ, സോ നമുക്ക് നേരെ തുടങ്ങാൻ പരിപാടി. R5 Mark I Mark II വെച്ച് നോക്കുമ്പോൾ രണ്ടിൻ്റെയും മെഗാ പിക്സൽ സെയിം ആണ്. അതായത് 45 മെഗാ പിക്സൽ തന്നെയാണ്. പക്ഷേ Mark II വരുമ്പോഴത്തേക്കും ബാക്ക് ഇലുമിനേറ്റഡ് സ്റ്റാക്ഡ് സെൻസറാണ്, സ്റ്റാക്ഡ് BSI സെൻസറാണ്. അതായത് നല്ല ലോ ലൈറ്റ് പെർഫോമൻസ് സാധനത്തിനുണ്ടാവും എന്നാണ് പൊതുവേ പറയുന്നത്, ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഞാൻ ജെറാൾഡ് പോളിൻ്റെ റിവ്യൂ കണ്ടായിരുന്നു, ഐഷു ഡ്രോ പുള്ളിക്കാരൻ്റെ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ Mark I 1600 ISO കിട്ടുന്ന പെർഫോമൻസിനേക്കാൾ നല്ലതാണ് R5 Mark II 6400 എടുക്കുമ്പോൾ വരുന്നതെന്ന് പറയും. അപ്പോൾ അത്രത്തോളം സ്റ്റോപ്പുകൾക്കനുസരിച്ചുള്ള ഡിഫറൻസ് ഈ ഒരു ക്യാമറയിൽ ലോ ലൈറ്റ് പെർഫോമൻസ് വരുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ അവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഓട്ടയൊക്കെ ഉണ്ട് ക്യാമറയ്ക്ക്. ഈ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പടത്തിൽ കൂടെ നോക്കുമ്പോൾ അവിടെ കുറച്ച് ഓട്ടങ്ങളുണ്ട്. കാരണം ഈ വെന്റിലേഷൻ കൊടുക്കാൻ വേണ്ടി താഴെയൊക്കെ കുറച്ച് വെന്റിലേഷൻ ഉണ്ട്, പക്ഷേ ഫാനൊന്നുമില്ല. പിന്നെ ഫോട്ടോ എടുക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും, അതും 14 RAW. റിയലി ഗുഡ്. വൈൽഡ് ലൈഫ്, ആക്ഷൻ, സ്പോർട്ടിനൊക്കെ നല്ലതാണ്. കാരണം 45 മെഗാ പിക്സലും ഉണ്ട്, നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം. പിന്നെ വീഡിയോ സ്പെസിഫിക്കേഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിനകത്ത് ഒരുപാട് എന്താ പറയുക ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ലൈക്ക് ISO പെർഫോമൻസ് ഭയങ്കര നന്നായിട്ടുണ്ട്. 100 to 51,200 വരെ എങ്ങാണ്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത് ഡിജിക് എക്സ്, പിന്നെ ഡിജിക് എക്സ് ആക്സിലറേറ്റർ, ഡിജിക് ആക്സിലേറ്റർ എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട്. ആക്സിലറേറ്റർ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ AI സബ്ജക്റ്റ് റെക്കഗ്നീഷൻ, ഫാസ്റ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പറയേണ്ട ഒരു ആക്ഷൻ പ്രയോറിറ്റി മോഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓട്ടോ ഫോക്കസ് ലൈക്ക് ഗെയിംസിനൊക്കെ ഭയങ്കരമായിരിക്കും എന്ന് പറഞ്ഞു. കാരണം ഭയങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സെറ്റപ്പാണ്. ഇറ്റ്സ് എ ബെസ്റ്റ് എന്നാണ്. അതായത് ഈവൻ കഴിഞ്ഞ ദിവസം ഇന്നലെയും കണ്ട് ജെറാൾഡ് പോളിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടതിനകത്ത് പുള്ളി പറയുന്നത് ദ ബെസ്റ്റ് ഇൻ ദ ക്യാമറ വേൾഡ് എന്നാണ് പുള്ളി പറയുന്നത്. അത്രയും സെറ്റപ്പാണ്. അതിൻ്റെ അകത്ത് 3-4 ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ലൈക്ക് ഗോൾഫ്, ഗോൾഫ്, പിന്നെ ഏതോ 2 ഫുട്ബോൾ, പിന്നെ അങ്ങനെ എന്തുണ്ട് ഗെയിംസൊക്കെ. അപ്പോൾ ഗെയിംസൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ ആരുടെ കയ്യിലാണോ ബോള് അയാളെ ഫോക്കസ് ചെയ്യും. ഇപ്പോൾ ബോൾ വേറെ ആൾക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പാസ് ചെയ്ത് അയാളുടെ ഒരു ഏരിയയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഈവൻ നമ്മൾ അങ്ങോട്ട് ക്യാമറ എത്തുന്നതിന് മുമ്പേ അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പിടിക്കുന്ന പോലെയാണെന്നാണ്. അത്രയും എക്സലൻറ്റ് ഓട്ടോ ഫോക്കസ് ആണെന്നാണ് പറയുന്നത് ആക്ഷൻ പ്രയോറിറ്റി മോഡിൽ. എനിവേ ഈവൻ വിത്ത് ഇതിൻ്റെയൊക്കെ ഇപ്പം ഒന്നും ഒറിജിനൽ ക്യാമറ ആരുടെയും കൈ കിട്ടിയിട്ടില്ല. എല്ലാം ഒരു പ്രസ് ഇവൻറ്റിൽ നടന്ന ഒരു സംഭവമാണ്. ആ സമയത്തുണ്ടായിരുന്ന സോഫ്റ്റ്വെയർ എല്ലാം ബീറ്റ വേർഷൻസ് ആണ്. ഈവൻ അതിൻ്റെ ഫസ്റ്റ് വേർഷൻ അപ്ഡേറ്റ് പോലും ഇല്ലാണ്ടാണ്. അപ്പം സോ ബേസിക്കലി നല്ലൊരു ഓട്ടോ ഫോക്കസിൽ ഭയങ്കരമായൊരു സെറ്റപ്പ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഓട്ടോ ഫോക്കസ് കാര്യം നമ്മൾ പറയുമ്പോൾ തന്നെ ഡ്യുവൽ പിക്സൽ ഇൻ്റലിജൻറ്റ് ഓട്ടോ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു സംഭവമാണ്. അത് ക്യാനോൻ്റെ ഡ്യുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ് ഓൾവേസ് ഫേമസ് ആണ്. അതിൻ്റെ സെക്കൻഡ് വേർഷൻ ആണെന്നാണ് പറയുന്നത്. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഫോട്ടോ എടുക്കുന്ന കാര്യം. പിന്നെ മെക്കാനിക്കൽ ഷട്ടറിൽ 1 സെക്കൻഡിൽ 12 ഫോട്ടോ എടുക്കാൻ പറ്റും, 40 സെക്കൻഡ് ഞാൻ പറഞ്ഞു. വീഡിയോ സ്പെസിഫിക്കേഷനെ കുറിച്ച് വരുവാണെങ്കിൽ 8K RAW 60 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അതെന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. ബേസിക്കലി ഒരു ലൈക്ക് നമ്മൾ ഉണ്ട്, പക്ഷേ ഉള്ളത് നല്ലതാണ്. ഞാൻ സാം ന്യൂട്ടൻ്റെ ഒരു വീഡിയോ കണ്ട പുള്ളി പറഞ്ഞു ലൈക്ക് നമുക്ക് ഉണ്ട് എന്നുള്ളത് എന്നും ഒരു ബെനിഫിറ്റാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതല്ല. സംടൈംസ് വി നീഡ് ദാറ്റ് എക്സ്ട്രാ പിക്സൽസ്. ചില കാര്യങ്ങൾ ക്രോപ്പ് ചെയ്ത് വീഡിയോയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് 8K ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് പുള്ളി പറയുന്നത്. റോ വീഡിയോ ഉണ്ടെങ്കിൽ. എനിവേ പിന്നെ 4K 120 FPS ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. 4K HQ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ എൻ്റെ അത് പ്രത്യേകമായിട്ട് പിന്നെ വീഡിയോ സ്പെസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് C-Log 2 വന്നത്. അതായത് C-Log 2 എന്ന് പറയുമ്പോൾ C-Log 1 C-Log 3 തമ്മിലുള്ള 2 3 തമ്മിലൊക്കെ വ്യത്യാസം വെച്ചാൽ C-Log 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഡോസിന് വളരെ നല്ലതാണ്, പക്ഷേ ഹൈലൈറ്റ്സിൽ അത്ര പോരാ. C-Log 3 എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ്സിൽ നല്ലതാണ്, പക്ഷേ ഷാഡോസ് ലിഫ്റ്റ് ചെയ്യുമ്പം നമുക്ക് നോയ്സ് വരും. പക്ഷേ C-Log 2 എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഗ്രേഡ് ലെവലിലുള്ള ഒരു ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു നമ്മുടെ സിനിമ ക്യാമറ, ക്യാനോൻ്റെ സിനിമ ക്യാമറകളിലൊക്കെ യൂസ് ചെയ്യുന്നൊരു ലോഗ് ഫയലാണ്. അത് നമ്മുടെ R5 Mark II R1 വന്നിട്ടുണ്ട്. അത് ഭയങ്കര സെറ്റപ്പാണ്. മാത്രമല്ല കുറേയും കൂടെ പ്രൊഫഷണലി വീഡിയോ എക്യുപ്ഡ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ലൈക്ക് ഫോൾസ് കളറ്, വേവ് ഫോം, ഇതൊന്നും
എല്ലാ ക്യാമറകളിലും അങ്ങനെയൊന്നും കൊടുത്തിരുന്നില്ല. അപ്പോൾ അങ്ങനെ പ്രൊഫഷണലി വീഡിയോ മേക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ LCD സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സ്റ്റേണൽ മോണിറ്ററിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ എന്നുള്ള ഒരു സാധനമുണ്ട്. സോ ആസ് എ ഓൾ അക്കോർഡിംഗ് ടു കാനോൺ ഇതൊരു കംപ്ലീറ്റ് പാക്കേജാണ്. പിന്നെ എൻ്റെ ഇത്ര സ്പെസിഫിക്കേഷനല്ലേ ഉള്ളൂ, ഷട്ടർ 1/8000 ഓഫ് എ സെക്കൻഡ്, പിന്നെ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുമ്പം അത് ഞാൻ R1 കൂടെ പറഞ്ഞിട്ട് പറയാം, അപ്പോൾ ആകുമ്പോൾ ഒരു സെറ്റപ്പ് ഉണ്ട്. സോ R1ൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പം 24 മെഗാ പിക്സലിൻ്റെ സെൻസറാണുള്ളത്. അത് കുറേ ആൾക്കാരെ നിരാശപ്പെടുത്തി. പക്ഷേ നമ്മളെപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്നാന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ആരുടെ ഭാഗം പറയുന്നതല്ല, എനിക്കൊന്നിനോടൊന്നുമില്ല, എൻ്റെ കയ്യിൽ ക്യാനോൺ ഉള്ളത്. ദാറ്റ് നെവർ മീൻസ് ദാറ്റ് ഞാൻ ലയബിളൊന്നും അല്ല ആരോടും. പക്ഷേ ആദ്യം മുതലേ ക്യാനോൻ്റെ ക്യാമറ വാങ്ങിച്ചു പോയതുകൊണ്ട് എൻ്റെ ലെൻസുകളിലോട് കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ ആദ്യം സോണി ആയിരുന്നെങ്കിൽ അങ്ങനെ തന്നെ, ആദ്യം നിക്കോൺ ആയിരുന്നെങ്കിൽ അങ്ങനെ തന്നെ, ഏതാണ് കുഴപ്പം, ഡസൻറ്റ് മാറ്റർ. എനിക്ക് വർക്കാണ് പ്രധാനം. സോ ഇതിനകത്ത് പക്ഷേ തിയററ്റിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ R സീരീസുകൾ ഒരിക്കലും ഹൈ മെഗാ പിക്സൽ 1 സീരീസുകൾ ഒരിക്കലും ഹൈ മെഗാ പിക്സൽ ക്യാമറകളായിരുന്നില്ല. എപ്പോഴും 5 സീരീസുകളുണ്ടായിരുന്നു. നമുക്ക് 1DX Mark 3 അല്ലെങ്കിൽ Mark 2 ഉണ്ടായിരുന്ന സമയത്ത് എല്ലാം 20-24 മെഗാ പിക്സൽ ആയിരുന്നപ്പം നമുക്കിവിടെ 5D Mark 4 30 മെഗാ പിക്സൽ ഉണ്ടായിരുന്നു. 5D SR എന്ന് പറഞ്ഞ ക്യാമറ ഉണ്ടായിരുന്നു 50 മെഗാ പിക്സലിൻ്റെ. സോ അങ്ങനെ 2 സെക്ഷനായിട്ടാണ്. പക്ഷേ എനിവേ ഇതൊരു ഫാസ്റ്റ് ആക്ഷൻ ഭയങ്കര ഫാസ്റ്റ് ആക്ഷൻ പെർഫോമൻസ് ഉള്ള ക്യാമറയാണ്. പ്രൊസസ്സർ R5 Mark 2ൻ്റെ തന്നെയാണ് ഉള്ളത്. ഡിജിക് X പ്ലസ് ഡിജിക് ആക്സിലറേറ്റർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. മറ്റേ ഫുൾ ഫ്ലെഡ്ജ് 1DX Mark 3 മോഡൽ ബോഡിയാണ്. ആൻഡ് പിന്നെന്താ കൂടെ 40 14-bit RAW എടുക്കാൻ പറ്റും ഒരു സെക്കൻഡിൽ 40. ഇറ്റ്സ് റിയലി ഗുഡ്. ആൻഡ് 6K RAW 60 FPS എടുക്കാൻ പറ്റും. പിന്നെ ആക്ഷൻ പ്രയോറിറ്റി മോഡ്, പിന്നെ ക്രോസ് ടൈപ്പ് ഓട്ടോ ഫോക്കസ്, അങ്ങനത്തെ കുറേ ഗ്രേറ്റർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, മറ്റേതിനകത്തുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ അകത്തില്ല. ലൈക്ക് ഈ നമുക്ക് 40 ഫ്രെയിം പെർ സെക്കൻഡ് എടുക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ ക്രോസ് ടൈപ്പ് ഓട്ടോ ഫോക്കസ് കുറച്ച് അഡ്വാൻസ്ഡ് കുറേ കൂടെ അഡ്വാൻസ്ഡ് ആണ്. ലൈക്ക് ഇറ്റ് നെവർ മിസ്സസ് എ പോയിന്റ് എന്നാണ് പറഞ്ഞത്. അത്ര സെറ്റപ്പ്. പിന്നെ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ രണ്ടിൻ്റെ അകത്തും നമ്മുടെ ഐ കൺട്രോൾ ഓട്ടോ ഫോക്കസ് ഉണ്ട്. അത് വളരെ നല്ലതാണ്, വളരെ സെറ്റപ്പാണെന്നാണ് പറയുന്നത്. ഐ എം നോട്ട് ഷുവർ. അതായത് ഫസ്റ്റിൻ്റെ അകത്ത് R3ക്ക് അത് വന്നപ്പോൾ അത്ര പോരായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മുടെ കണ്ണ് നമ്മൾ അതിനോട് കാലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുന്നിടത്താണ് നമ്മുടെ ഫോക്കസ് പോയിന്റ് എന്നാണ് പറയുന്നത്. നമ്മളിപ്പം കണ്ണടച്ചത് ഞാൻ ഇങ്ങോട്ട് നോക്കി എവിടെയാണോ എൻ്റെ കണ്ണ് നോക്കുന്നത്, കണ്ണ് അനലൈസ് ചെയ്ത് അവിടെയാണ് നമ്മുടെ ഫോക്കസ് പോയിന്റ് എന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല ഹൗ ഫാർ ഇറ്റ് ഈസ് ഗുഡ്. പക്ഷേ ഏതൊരു പുള്ളിക്കാരൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് വൺസ് യു ഗെറ്റ് യൂസ് ടു ഇറ്റ്, ലൈക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ നല്ല സെറ്റപ്പാണ് എന്നാണ് പുള്ളി പറയുന്നത്. എനിവേ ഇത് രണ്ടിൻ്റെ അകത്തും നമ്മളുടെ ഇതുണ്ടല്ലോ, നമ്മുടെ ഇമേജ് സ്റ്റെബിലൈസേഷൻ നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ R5 Mark 1ൻ്റെ അകത്ത് നമുക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 24 mm താഴോട്ടുള്ള ഇതെടുത്താൽ ഈ 2 സൈഡിലും ഒരു പൊളപ്പുണ്ടായിരുന്നു. അത് മാറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പീറ്റർ മെക്നൻ്റെ വീഡിയോ കണ്ടപ്പോഴും പുള്ളി മാറ്റിയെന്ന് പറഞ്ഞു. 8.5 സ്റ്റോപ്പ് അഡ്വാൻറ്റേജ് അറ്റ് ദ സെൻറ്റർ ആൻഡ് 7.5 സ്റ്റോപ്പ് പെരിഫറൽ ഡിപ്പെൻഡിങ് ഓൺ ദ ലെൻസ് യൂസ്ഡ്. അങ്ങനെ പറഞ്ഞു വെച്ചാൽ എന്താണെങ്കിലും 8.5 സ്റ്റോപ്പ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. വളരെ നല്ല കാര്യമാണ്. ഇതിൻ്റെ ISO പെർഫോമൻസ് ഒരു രക്ഷയില്ല. 100 to 1,2400 വരെയാണ് ഇതിൻ്റെ ISO. അതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും 50 to 4,96,000 ISO വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ജെറാൾഡ് പോളിനെ കണ്ടാൽ ലൈക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെൻസറാണെന്നാണ് പറഞ്ഞത്. വളരെ സ്റ്റാക്ട് BSIയിൽ നല്ലൊരു സെൻസർ. ഈ രണ്ടിൻ്റെ അകത്തും ഇവർ പറഞ്ഞിടത്തോളം ഈ ഒരു ഗ്ലോബൽ ഷട്ടർ ഇങ്ങനെ പെർഫോം ചെയ്യുന്നു, അതിന് തൊട്ടടുത്ത് ലൈക്ക് ഗ്ലോബൽ ഷട്ടർ 100% സെറ്റപ്പ് ആണെങ്കിൽ റോളിംഗ് ഷട്ടറിൻ്റെ കാര്യത്തിലെങ്കിൽ ഇതൊരു 90% ഇത് പെർഫെക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഇവരുടെ റിവ്യൂ കണ്ട് ഇവരുടെ റോ ഫയൽസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ട്, അത് കണ്ടു നോക്കിയൊക്കെ മനസ്സിലാവും. ദേ വെർ സോ ഹാപ്പി. ഗോൾഫ് കളിക്കുന്നതിൻ്റെയും ബോളിൻ്റെയും ഒക്കെ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ചില റോളിംഗ് ഷട്ടറിൻ്റെ പ്രശ്നങ്ങളേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ നല്ല ലോ ലൈറ്റ് പെർഫോമൻസ് ഉള്ള നല്ല ക്യാമറ. ഇനി ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ്റെ. അത് 4K 120 FPS ഒക്കെ ഉണ്ട്. എൻ്റെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ ഞാൻ പറയുകയാണെങ്കിൽ ലൈക്ക് R5 Mark 1ഉം Mark 2ഉം തമ്മിലുള്ള ഒപ്പീനിയൻ ആയിരിക്കും ഞാൻ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ R5 Mark 1ഉം Mark 2ഉം തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വേർത്തി ആയിട്ടുള്ളൊരു അപ്ഗ്രേഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അല്ല എന്ന് പറയും, ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ. പക്ഷേ ചില കാര്യങ്ങൾ എന്നെ കൊതിപ്പിക്കുന്നുണ്ട്. ഞാൻ വാങ്ങൂല കേട്ടോ, എൻ്റെ കയ്യിലുള്ള കാശൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ കൊതിപ്പിക്കുന്നു. ലൈക്ക് സ്റ്റാക്ഡ് BSI സെൻസർ എന്നൊരു സാധനം. ആസ് എൻ അസ്ട്രോ ഫോട്ടോഗ്രാഫർ, ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ നല്ല ലോ ലൈറ്റ് പെർഫോമൻസ് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നും അടിപൊളിയാണ്. നമുക്ക് 6400 ISO, എനിക്ക് R5 വലിയ പ്രശ്നമൊന്നുമില്ല. ഞാനത് സ്റ്റാക്ക് ചെയ്യുകയാണ് ചെയ്യാറ്. ഞാനത് പിന്നെ നമ്മൾ നോയ്സ് റിഡക്ഷൻ എല്ലാം ചെയ്യുന്നത് എനിക്ക് വലിയ മോശമില്ലാത്ത, പക്ഷേ അതിലും നല്ല നീറ്റായിട്ടുള്ള ഫോട്ടോ കിട്ടുമെങ്കിൽ അത്രയും സന്തോഷമാണ്. അതല്ലാണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ ഞാൻ എന്തെങ്കിലും വൈൽഡ് ലൈഫിൽ ഇറങ്ങിയാൽ പോലും 20 ഫ്രെയിം പെർ സെക്കൻഡ് എനിക്ക് മതി. പിന്നെ 8K 60 FPS RAW ഒന്നും കിട്ടിയിട്ട് എനിക്കൊരു കാര്യമില്ല. നമുക്ക് പ്രോസസ് ചെയ്യാനുള്ള ക്യാമറ ഇല്ല, അത് റെക്കോർഡ് ചെയ്യാനുള്ള മെമ്മറി കാർഡ് വാങ്ങിച്ചാൽ നമ്മൾ ഷഡ് കയറും. സോ ബേസിക്കലി എനിക്ക് C-Log 2 എന്നെ കൊതിപ്പിക്കുന്നുണ്ട്, നല്ലതായിരിക്കും. പക്ഷേ നമ്മുടെ ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ കൺട്രോൾ ലൈറ്റിങ്ങിൽ എനിക്കതൊരു വലിയൊരു ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം
പക്ഷേ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല ISO പെർഫോമൻസ് ഒക്കെ കിട്ടിയാൽ നല്ലതാണെന്ന് തോന്നാറുണ്ട്. പക്ഷേ ദാറ്റ് ബീങ് സെഡ് ഇസ് പെർഫെക്റ്റ്ലി ഓക്കെ. R5 Mark 1 എന്ന് പറഞ്ഞ സാധനം ഈസ് പെർഫെക്റ്റ്ലി ഫൈൻ ഫോർ മീ. പെർഫെക്റ്റ്ലി ഫൈൻ എന്ന് വെച്ചാൽ വളരെ ഫൈനാണ്. കാരണം ഇതിനകത്ത് ആ ഓവർ ഹീറ്റൊക്കെ തുടക്കകാലത്ത് വന്നപ്പോൾ ഇപ്പം നമുക്ക് ഇതൊക്കെ ഞാനിപ്പം ഇപ്പം 3ാമത്തെ വീഡിയോ ആണ് കണ്ടിന്യൂസ്ലി 4K എടുക്കുന്നത് 24 FPS. 3ാമത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ അരമണിക്കൂർ വെച്ച് ഞാനിങ്ങനെ വാചാലനാവും. ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാൽ 10 മിനിറ്റിൻ്റെ വീഡിയോ ആയി വരുന്നത്. ഇപ്പോൾ തന്നെ 12 മിനിറ്റ് ആയില്ലേ. അപ്പം എനിക്കൊന്നും ഓവർ ഹീറ്റ് ചെയ്യാറില്ല. 4K 120 FPS എടുത്താലും 60 FPS എടുത്താലും എനിക്കധികമൊന്നും ഓവർ ഹീറ്റ് ആകാറില്ല. പക്ഷേ ഉണ്ടാവാറുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചിട്ടാണെങ്കിൽ നല്ല അത്രയേ ഉള്ളൂ. നമുക്കതുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യാം. R5 Mark 1 ഉള്ള ആൾക്കാർ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പൈസ കളയേണ്ട ആവശ്യമില്ല. നല്ലൊരു ലെൻസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ R1 നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഓക്കെ ക്യാമറയാണ്. കാരണം R3 അവിടെ ഉണ്ട്. പല കാര്യങ്ങളിലും R3 ബെറ്ററാണ്. ഇമേജ് ക്വാളിറ്റി ഒന്നുമല്ല, പക്ഷേ R3 ഈസ് മോർ ദാൻ ഇനഫ് ഫോർ മോസ്റ്റ് ഓഫ് എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ എന്തിനാണ് R1 എന്നുള്ളൊരു ചോദ്യം വരും. ഇറ്റ് വാസൻ ഓക്കെ ഓട്ടോ ഫോക്കസിൽ കുറച്ച് മെച്ചം, പക്ഷേ R3 ഈസ് ഓൾറെഡി വൺ ഓഫ് ദ ബെസ്റ്റ് ഓട്ടോ ഫോക്കസ് ഉള്ള ക്യാമറയാണ്. പിന്നെ എന്തിനാണ് R1? അതായത് R1 നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ ലോജിക്ക് ആണെങ്കിൽ പോലും R1 കുറച്ചുകൂടെ സെറ്റപ്പ് ആയിട്ട് ഒരു 45 MP കൊടുത്തിട്ട് കുറച്ചുകൂടി എഫോർട്ട് R1 ഇതേ സംഭവം കൊടുക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായി. വലിയ ബോഡിയാണ്, ഹീറ്റ് ആവാനൊന്നുമില്ല, ഫാസ്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യുന്നു. എന്തിനാണ് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പിന്നെ Canon ഈസ് ലിറ്ററലി ലൂസിങ് ഗ്രിപ്പ്. കാരണം ഇപ്പോഴത്തെ ക്യാമറ ലോകം എന്ന് പറഞ്ഞാൽ ആപ്പിളും സാംസങ്ങും പോലെയാണ്. ഏതാണ് വലിയ സ്പെസിഫിക്കേഷൻ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യത്തിലാണ് ഇവിടെ ആൾക്കാർ, ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ക്യാമറ വാങ്ങുന്നത്. നമുക്ക് ഐക്യുണ്ട്, നമുക്ക് മറ്റേ മറിച്ചുണ്ട്. പക്ഷേ എത്ര പേര് ഇതുകൊണ്ട് മാക്സിമം ഒരു സെൻസർ, ഞാൻ പറയാം R5 എടുത്തിട്ട് ഇപ്പം 3 വർഷത്തോളം ആകുന്നു. R5ൻ്റെ ഒരു കേപ്പബിലിറ്റിയുടെ 4 പോലും ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. കാരണം UK കുറച്ച് എടുത്തു തുടങ്ങിയവിടെ നമുക്ക് പിന്നെ കൊച്ചുണ്ടായി, കൊച്ചിൻ്റെ ചുറ്റുമായ ജീവിതം, അത് കഴിഞ്ഞിട്ട് ഫോട്ടോഗ്രാഫിയുടെ പുറകെ അധികം ഓടാൻ നമുക്ക് സമയം കിട്ടിയൊന്നുമില്ല. വല്ലപ്പോഴൊക്കെ പോയി ചില ആസ്ട്രോ എടുക്കുന്നുള്ളതല്ലാണ്ട് അതിൽ കൂടുതലൊന്നും നടക്കുന്നില്ല. പക്ഷേ പണ്ട് 6D ഉണ്ടായിരുന്നപ്പം, EOS R ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ പറന്ന് കിടന്ന് ഫോട്ടോ എടുത്ത പോലെയായിരുന്നെങ്കിൽ R-ൻ്റെയും 6D-യുടെയും പരിപ്പിളക്കിയതായിരുന്നു. മണലും കാറ്റും വെള്ളവും എല്ലാം കയറി അവസാനം ഈവൻ ക്യാമറ ലെൻസ് ഊരാൻ നേരത്ത് വരെ ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആക്കി മാറ്റുമ്പോഴാണ് ഒരു ക്യാമറ പോരാൻ തോന്നുന്നുണ്ട്. ഇതിപ്പം എൻ്റെ ക്യാമറ ഇപ്പോഴും തിളങ്ങുന്നുണ്ട്, പെയിൻറ്റ് പോലും പോയിട്ടില്ല. സോ ഇതൊക്കെയാണ് നമ്മുടെ ഒരു കൊച്ചു അഭിപ്രായം R5 Mark 2-നെ കുറിച്ചും R1-നെ കുറിച്ചും. പ്രത്യേകിച്ചൊന്നുമില്ല. അനദർ ക്യാമറ, മോർ സ്പെസിഫിക്കേഷൻ. ഒരേ ഒരു കാര്യമുണ്ട്, നല്ല ഡൈനാമിക് റേഞ്ച്. ദാറ്റ്സ് വാട്ട് വി നീഡ്. മോർ മെഗാപിക്സലൊന്നും അല്ല, നല്ല ഡൈനാമിക് റേഞ്ച്. എനിവേ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.